ഇപ്പോൾ നമ്മുടെ ഈ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് പാർലമെൻറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് ജയിച്ചു വരുന്ന അംഗങ്ങളൊക്കെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിലല്ല അവരുടെ എണ്ണം നിശ്ചയിക്കുന്നത്, മറിച്ച് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ, നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന വാരാണസി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏതാണ്ട് 19 ലക്ഷത്തിൽ ചില്ലോനം, 20 ലക്ഷം എന്ന് കണക്കാക്കാം, അത്രയും വോട്ടർമാരുണ്ട്. 20 ലക്ഷം വോട്ടർമാരുള്ള മണ്ഡലമാണ് പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തെ നോക്കൂ. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രിയങ്ക ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 14 ലക്ഷം വോട്ടർമാരാണുള്ളത്. അപ്പോൾ കേരളത്തിൽ വയനാട്ടിൽ 14 ലക്ഷം വോട്ടർമാരും വാരാണസിയിൽ 20 ലക്ഷം വോട്ടർമാരും ഒരേ പാർലമെൻറ്റിലേക്കുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇതിൽ തന്നെ അസന്തുലിതാവസ്ഥയുണ്ട്. ആ അസന്തുലിതാവസ്ഥ മാറ്റാൻ വേണ്ടിയാണ് മണ്ഡല പുനർനിർണയം. അങ്ങനെ വരുമ്പോൾ ദക്ഷിണേന്ത്യ അവഗണിക്കപ്പെടും എന്ന വാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ അല്ലെങ്കിൽ പൂർവോത്തര ഭാരതം മറ്റ് തരത്തിലുള്ള പ്രാദേശികമായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയല്ല ജനപ്രതിനിധികളെ നിശ്ചയിക്കാനുള്ള, മണ്ഡലങ്ങൾ നിർണ്ണയിക്കാനുള്ള മാനദണ്ഡം ജനസംഖ്യ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തി മണ്ഡലം പുനർനിർണ്ണയം ചെയ്യണം എന്ന ആശയമുണ്ടായത്. ജനസംഖ്യ മാത്രം അടിസ്ഥാനപ്പെടുത്തി ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആ ജനസംഖ്യാ പ്രാതിനിധ്യം ദക്ഷിണേന്ത്യക്കും ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതല്ല എന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വമായ പരിശ്രമം അവർ നടത്തുന്നത്. ഇവരൊക്കെ ഇതിനനുകൂലമാണ് എന്നൊരേ ശ്വാസത്തിൽ പറയുകയും മറുശ്വാസത്തിൽ തന്നെ ഇതിനെ എതിർക്കും, മണ്ഡല പുനർനിർണ്ണയം ശാസ്ത്രീയമല്ല എന്നൊക്കെ വാദിക്കുകയും ചെയ്യാണ്. അത് ജനങ്ങളോട് കാണിക്കുന്നൊരു വഞ്ചനയാണ്.